അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ വിദേശ രാജ്യങ്ങളിലും മികവാർന്ന പരിപാടികൾ. റഷ്യയിൽ ഇന്ത്യൻ എംബസിയും മോസ്കോ സിറ്റി ഗവൺമെന്റും സംയുക്തമായി യോഗാ ദിന പരിപാടി സംഘടിപ്പിച്ചു. ഐക്യത്തിന്റെയും ക്ഷേമത്തിന്റെയും യോഗയുടെയും ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നൂറുകണക്കിന് പേർ പരിപാടിയിൽ പങ്കുചേർന്നു. റഷ്യൻ ഫെഡറേഷനിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാറും മോസ്കോ സിറ്റി ടൂറിസം കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാൻ ബുലത് നൂർമുഖനോവും പരിപാടിക്ക് നേതൃത്വം നൽകി. ടോക്കിയോയിലെ ഇന്ത്യൻ എംബസി ആതിഥേയത്വം വഹിച്ച 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടി വൈവിധ്യമാർന്നതായി. ഊർജ്ജസ്വലമായ യോഗാ സെഷന് ശേഷം ഉന്മേഷദായകമായ മാമ്പഴങ്ങൾ, പോഷകസമൃദ്ധമായ മില്ലറ്റുകൾ, ചായ സൽക്കാരവും പങ്കെടുത്തവർക്ക് ആസ്വാദ്യകരമായി. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുടെ ഭാര്യ യോഷിക്കോ ഇഷിബ പരിപാടി ഉദ്ഘാടനം ചെയ്ത് യോഗ അവതരിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് നേപ്പാളിലെ ഇന്ത്യൻ മിഷൻ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഫേവ തടാക തീരത്ത് യോഗ സെഷൻ സംഘടിപ്പിച്ചു. നൂറുകണക്കിന് പേർ യോഗ സെഷനിൽ പങ്കെടുത്തു. വർത്തമാന തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കും സന്തോഷകരവും ആരോഗ്യകരവുമായ ഒരു ഭാവി ഉറപ്പാക്കാൻ ലോകം ഒത്തുചേരേണ്ടത് എത്ര പ്രധാനമാണെന്നാണ് ഈ വർഷത്തെ യോഗാദിന പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് ചാൾസ് മൂന്നാമൻ രാജാവ് യോഗാദിന സന്ദേശത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാദിനം സവിശേഷമാണെന്ന് യുകെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദൊറൈസ്വാമി പറഞ്ഞു. This year was particularly special as we had for the first time, as far as I'm aware, a message from His Majesty the King as well, as a special gesture for this anniversary day of the International Yoga. യുകെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലണ്ടനിലെ ദി സ്ട്രാൻഡിൽ ആഘോഷിച്ചു. ഇന്ത്യൻ പ്രവാസികളും യോഗ പ്രേമികളും പരിപാടിയിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.